ഹലോ എവ്രി വൺ, കേരള അനാലിറ്റിക്സ് ഹബിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക് എന്ന് പറയുന്നത് പൈത്തണിൻ്റെ ബേസിക് സിൻടാക്സ് ആയ വേരിയബിൾസ്, ഡേറ്റ ടൈപ്സ് ആൻഡ് ഓപ്പറേറ്റേഴ്സ് ആണ്. നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പൈച്ചാം എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം, ഒരു പുതിയ പൈത്തൺ പ്രോജക്റ്റ് ഫോൾഡർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, പൈത്തൺ ഫയൽ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം ആൻഡ് ഹൗ ടു പ്രിന്റ് എ ബേസിക് ഹലോ വേൾഡ്, ഇത്രയായിരുന്നു നമ്മൾ കണ്ടത്. ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം. പുതുതായി വന്ന ആൾക്കാർ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ വീഡിയോയുടെ അവസാനത്തോടു കൂടി നമുക്ക് പൈത്തണിൻ്റെ ഫണ്ടമെൻ്റൽ കൺസെപ്റ്റ്സിനെ പറ്റി ഒരു നല്ല ധാരണ ഉണ്ടാവും. നമുക്ക് ആദ്യം വേരിയബിൾസിനെ പറ്റി പഠിക്കാം. വേരിയബിൾ എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു കണ്ടെയ്നർ എന്ന് വിളിക്കാം വേരിയബിൾ എന്ന് പറയുന്നത് തന്നെ. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പം നമ്മുടെ കയ്യിലൊരു പെട്ടിയുണ്ട്. ആ പെട്ടിക്കൊരു പേരുണ്ട്. അപ്പോൾ എ എന്ന് കരുതുക, പെട്ടിയുടെ പേര്. അപ്പോൾ ആ പെട്ടിയിൽ നമ്മളൊരു വാല്യൂ വെച്ചു, ഒരു ഡേറ്റ വെച്ചു. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 5 ആണെന്ന് കരുതുക. അപ്പോൾ നമ്മുടെ വേരിയബിൾ എന്ന് പറയുന്നത് പെട്ടിയുടെ പേരാണ്, അതായത് എ ആയിരിക്കും. ആ എയുടെ വാല്യൂ എന്ന് പറയുന്നത് അതിനുള്ളിൽ സ്റ്റോർ ചെയ്തേക്കുന്ന വാല്യൂ ആണ്. അത് എത്ര ആയിരിക്കും? 5 ആയിരിക്കും. അപ്പം അതാണ് വേരിയബിൾ എന്ന് പറയുന്നത്. അതായത് ഒരു പേരിലോട്ട് ഒരു വാല്യൂവിനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നതിൻ്റെ ആ പേരിനെ പറയുന്ന പേരാണ് വേരിയബിൾസ്. ഇനി പൈത്തണിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലെ പോലെ തുടക്കത്തിലെ വേരിയബിൾസിനെ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യം പൈത്തണിലില്ല. പൈത്തണിൽ നമ്മളൊരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ ആ വാല്യൂവിൻ്റെ ടൈപ്പ് എന്താണോ, ടൈപ്പ് എന്താണ്, ഇപ്പം നമ്മൾ നമ്പറാ വെക്കണമെങ്കിൽ അതെന്തായിരിക്കും? നമ്പർ ടൈപ്പ് ആയിരിക്കും, അല്ലെ? ന്യൂമറിക് ടൈപ്പ് ആയിരിക്കും. ഇനിയല്ല നമ്മൾ വേർഡ്സാ വെക്കുന്നെങ്കിൽ അത് സ്ട്രിങ് ടൈപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ടെക്സ്റ്റ് ടൈപ്പ് ആയിരിക്കും. അങ്ങനെ കുറച്ച് ഡേറ്റ ടൈപ്പുകൾ നമ്മുടെ പൈത്തണിലുണ്ട്. അത് ഈ വീഡിയോയുടെ ബാക്കിയായിട്ട് നമ്മൾ പഠിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ പൈത്തണിൽ നമ്മൾ എന്ത് വാല്യൂ ആണോ ഒരു വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്, ആ വാല്യൂൻ്റെ ഡേറ്റ ടൈപ്പ് തന്നെ ആയിരിക്കും നമ്മുടെ വേരിയബിളിൻ്റെയും. അപ്പോൾ നമുക്ക് പറയാം പൈത്തൺ ഈസ് ഡൈനാമിക്കലി ടൈപ്ഡ്. അതുകൊണ്ട് തന്നെ നമുക്കൊരു വേരിയബിളിൻ്റെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ചെയ്യണമെങ്കിൽ അതിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന വാല്യൂവിൽ ചെറിയ മാറ്റങ്ങൾ വരുമ്പോൾ തന്നെ അതിൻ്റെ ഡേറ്റ ടൈപ്പ് ചേഞ്ച് ആവും. അതായത് ഇപ്പോൾ ഞാനൊരു വേരിയബിളിലോട്ട് 5 എന്നുള്ളൊരു ഡേറ്റ സ്റ്റോർ ചെയ്തു. അപ്പോൾ എനിക്ക് തോന്നി അല്ല, അതിനകത്തോട്ട് എൻ്റെ നെയിം ആയിരുന്നു സ്റ്റോർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ജസ്റ്റ് ആ 5 എന്നുള്ളത് മാറ്റിയിട്ട് അവിടെ എൻ്റെ നെയിം കൊടുക്കുമ്പോൾ തന്നെ ആ വേരിയബിൾ സ്ട്രിങ് ആയിട്ട് ചേഞ്ച് ആവും. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. പൈത്തണിൻ്റെ ബേസിക് സിൻടാക്സ് ആയ വേരിയബിളിൻ്റെ കോഡാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിളിലോട്ട് നമ്മൾ 5 എന്ന് പറയുന്ന വാല്യൂ ആണ് അസൈൻ ചെയ്ത് കൊടുത്തേക്കുന്നത്. അതുപോലെ വൈ എന്ന് പറയുന്ന വേരിയബിളിലോട്ട് ഹലോ വേൾഡ് എന്ന് പറയുന്ന ഒരു വാല്യൂ അസൈൻ ചെയ്തു. ഇവിടെ ശ്രദ്ധിക്കണം, നമ്മൾ നമ്പേഴ്സ് കൊടുക്കുമ്പോൾ നമുക്ക് ജസ്റ്റ് എക്സ് ഈക്വൽ ടു 5 അങ്ങനെ, അല്ലെങ്കിൽ 5.0 അങ്ങനെ കൊടുക്കാം. ബട്ട് സ്ട്രിങ്ങിൻ്റെ കേസിൽ എപ്പോഴും അത് ഡബിൾ കോട്ട്സിനിടയിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഇതിൽ എക്സ് എന്ന് പറയുന്നത് 5 ആണ്. 5 എന്താണ്? ഒരു ഇൻറ്റിജർ ആണ്. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻറ്റ് ടൈപ്പാണ്. ഏത് ഡേറ്റ ടൈപ്പാണ് ഒരു വേരിയബിളിൻ്റെ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ടൈപ്പ് എന്ന് പറഞ്ഞൊരു ഫംഗ്ഷനാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ അതെന്താണെന്ന് അറിയണമെങ്കിൽ നമ്മൾ പ്രിൻറ്റിനകത്ത് വേണം അത് ചെയ്യാൻ. അപ്പോൾ ടൈപ്പ് ഓഫ് എക്സ് എന്ന് കൊടുക്കണം. പ്രിൻറ്റിൽ കൊടുത്തിട്ട് റൺ ചെയ്യിച്ചാൽ അത് നമുക്ക് ക്ലാസ് ഇൻറ്റ് എന്ന് ഔട്ട്പുട്ടിൽ കാണിക്കും. കണ്ടോ? ഇനി ഇതുപോലെ തന്നെ നമ്മൾ വൈയുടെ ടൈപ്പ് കാണാൻ വേണ്ടിയിട്ട് പ്രിന്റ് ഓഫ് ടൈപ്പ് ഓഫ് വൈ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്താൽ അത് റൺ ചെയ്യിക്കുമ്പോൾ നമുക്ക് ക്ലാസ് സ്ട്രിങ് എന്ന് കാണിക്കും. സ്ട്രിങ്ങിന് str എന്നും ഇൻറ്റിജർ വാല്യൂവിന് ഇൻറ്റ് എന്നുമാണെന്ന് നമുക്ക് കാണുന്നത്. ഈ ടൈപ്പ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു വേരിയബിൾ നമ്മൾ അതിലേക്ക് പാസ് ചെയ്ത് കൊടുക്കുന്ന വേരിയബിൾ, അതായത് ഈ പരാന്തസിനുള്ളിൽ കൊടുക്കുന്നത്. നമ്മൾ ഫംഗ്ഷൻ എപ്പോഴും എൻഡിൽ ഒരു പെയർ ഓഫ് പരാന്തസിസ് കാണും, അല്ലേ? അപ്പോൾ ആ പരാന്തസിൻ്റെ ഉള്ളിൽ നമ്മൾ പാസ് ചെയ്യുന്ന വേരിയബിളിൻ്റെ ഏത് ടൈപ്പാണെന്നുള്ളത് റിട്ടേൺ ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് ടൈപ്പ്. അപ്പോൾ ഇവിടെ ടൈപ്പ് ഓഫ് എക്സ് എന്ന് എടുക്കുമ്പോൾ ഇവിടെ വരുന്ന എന്താണ്? ക്ലാസ് ഇൻറ്റ് എന്നുള്ളത് വരും. അതിനെ നമ്മൾ പ്രിന്റ് ചെയ്യിച്ചു. അതാണ് ഇവിടെ സംഭവിച്ചത്. ഇനി വേരിയബിൾസിന് പേര് നൽകുമ്പോൾ കുറച്ച് റൂൾസ് ഉണ്ട് പൈത്തണിൽ. അതിലൊന്നെന്ന് പറയുന്നത് വേരിയബിളിൽ ലെറ്റേഴ്സോ നമ്പേഴ്സോ അല്ലെങ്കിൽ അണ്ടർസ്കോറോ കാണാം. ഇതല്ലാതെ മറ്റു സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഒന്നും കൊടുക്കാൻ പാടില്ല.
ഇനി എപ്പോഴും വേരിയബിൾ ഒരു ലെറ്റർ കൊണ്ടോ അല്ലെങ്കിൽ ഒരു അണ്ടർസ്കോർ കൊണ്ടോ തുടങ്ങാൻ പാടുള്ളൂ. അല്ലാതെ നമ്പർ വെച്ച് തുടങ്ങാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ വേരിയബിൾസിന്റെ നെയിം കേസ് സെൻസിറ്റീവ് ആണ്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ പൈത്തൺ ഒരു കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് ആണ്. വേരിയബിൾസിന്റെ നെയിമിങ്ങിന്റെ റൂൾസ് എന്ന് പറയുന്നത്, ഒന്ന്, അതിനകത്ത് ലെറ്റേഴ്സ് അല്ലെങ്കിൽ നമ്പേഴ്സ് അല്ലെങ്കിൽ അണ്ടർസ്കോർ ഇത്രയുമേ കാണാൻ പാടുള്ളൂ. രണ്ട്, നെയിം എപ്പോഴും ലെറ്റേഴ്സ് ഓർ അണ്ടർസ്കോർ കൊണ്ട് മാത്രമേ സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. മൂന്നെന്ന് പറയുന്നത് വേരിയബിളിന്റെ നെയിം എപ്പോഴും കേസ് സെൻസിറ്റീവ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളും ഓർത്തിരിക്കണം. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങൾ അനുസരിച്ച് നമ്മൾ വേരിയബിൾ നെയിം കൊടുത്താൽ നമുക്ക് കോഡിലെ ഇററുകൾ ഒഴിവാക്കാൻ സാധിക്കും. അതുപോലെ മറ്റുള്ളവർക്ക് വായിക്കാനും എളുപ്പമായിരിക്കും. ഇത്രയാണ് നമുക്ക് വേരിയബിൾസിനെ പറ്റി പറയാനുള്ളത്. അടുത്തതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് പൈത്തണിലെ വിവിധ ഡേറ്റ ടൈപ്പുകളെ പറ്റിയാണ്. പൈത്തണിൽ ഓൾറെഡി പ്രോഗ്രാമിംഗ് ടാസ്കിന് വേണ്ടിയിട്ട് കുറേ ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്പുകളുണ്ട്. നമുക്ക് അതിൽ ഏതൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഒന്നെന്ന് പറയുന്നത് ഇൻറ്റ് ആണ്. അത് നമ്മൾ നേരത്തെ കണ്ടല്ലോ. ഇൻറ്റ് എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന വേരിയബിളിന്റെ ഡേറ്റ ടൈപ്പ് ഇൻറ്റ് ആയിരിക്കും. ഇൻറ്റിജർ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഹോൾ നമ്പേഴ്സ്. പിന്നുള്ളതെന്ന് പറയുന്നത് ഫ്ലോട്ട് ആണ്. ഫ്ലോട്ട് എന്ന് പറയുന്നത് ഫ്ലോട്ടിംഗ് ടൈപ്പ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യും. ഫ്ലോട്ടിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡെസിമൽസിനെ സ്റ്റോർ ചെയ്യുന്നതിനെയാണ് ഫ്ലോട്ട് ഡേറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. പിന്നെ STR സ്ട്രിംഗ് ഡേറ്റ ടൈപ്പ്, ഇതെന്ന് പറയുന്നത് സ്ട്രിംഗ് അല്ലെങ്കിൽ ടെക്സ്റ്റ് വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് ആണ്. പിന്നുള്ളത് ബൂൾ എന്ന് പറയുന്നത് ബൂളിയൻ വാല്യൂസിനെ സ്റ്റോർ ചെയ്യുന്ന ഡേറ്റ ടൈപ്പ് ആണ്. ബൂളിയൻ വാല്യൂസ് എന്ന് പറഞ്ഞാൽ ട്രൂ ഓർ ഫോൾസ്, ഈ രണ്ട് വാല്യൂവേ അതിന് കാണാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് ബൂൾ എന്ന് പറയുന്നത്. ഇനി ലിസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഓർഡേർഡ് കളക്ഷൻ ഓഫ് ഐറ്റം ആണ്. പിന്നെ ഡിക്ഷണറി ഡേറ്റ ടൈപ്പ്, ഇതെന്ന് പറയുന്നത് ഒരു കീ വാല്യൂ പെയർ ആണ്. ഇതുകൂടാണ്ട് ഇനി ടപ്പിൾ, സെറ്റ്, അങ്ങനെ കുറേ ടൈപ്പ് ബിൽറ്റ് ഇൻ ഡേറ്റ ടൈപ്സ് നമ്മുടെ പൈത്തണിലുണ്ട്. അതൊക്കെ നമുക്ക് വഴിയെ പഠിക്കാം. ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, അതിന് മുൻപായിട്ട് നമുക്കിത് കമൻറ്റ് ചെയ്തില്ലെങ്കിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ല, അല്ലെങ്കിൽ കോഡ് റൺ ചെയ്യാൻ സാധിക്കില്ല. ഓക്കെ, ഈ ട്രിപ്പിൾ കോഡ്സിൽ നമ്മൾ കൊടുക്കുന്നത് മൾട്ടി ലൈൻ കമൻറ്റ് ഉള്ളപ്പോഴാണ്. ഹാഷ് വെച്ച് നമ്മൾ കമൻറ്റ് ചെയ്യുന്നത് സിംഗിൾ ലൈൻ കമൻറ്റ്സിന് വേണ്ടിയിട്ടാണ്. അത് നമ്മൾ പ്രിന്റിങ്ങിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ കൂടുതൽ പഠിക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നം ഈക്വൽ ടു 10 എന്ന് പറയുന്നത് ഇൻറ്റിജർ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആണ്. പ്രൈസ് ഈക്വൽ ടു 19.9 എന്ന് പറയുന്നത് ഒരു ഫ്ലോട്ട് ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആണ്. നെയിം ഈക്വൽ ടു ആലീസ് എന്ന് പറയുന്നത് ഒരു സ്ട്രിംഗ് ടൈപ്പ് ആണ്. ഇനി ഈസ് സ്റ്റുഡൻറ് എന്ന് പറയുന്നത് ട്രൂ എന്ന് കൊടുക്കുകയാണെങ്കിൽ ബൂളിയൻ ടൈപ്പ് ഡേറ്റ ടൈപ്പ് ആണ്. നമുക്ക് ഈ വേരിയബിൾസിന്റെ ഡേറ്റ ടൈപ്പ് എപ്പോൾ വേണമെങ്കിലും അതിന്റെ വാല്യൂ മാറ്റുന്നതനുസരിച്ച് ചേഞ്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഇപ്പം നം ഈക്വൽ ടു 10 എന്ന് പറയുന്നത് ഒരു ഇൻറ്റിജർ ടൈപ്പ് ആണ്. ഇപ്പൊ ഞാനത് നം ഈക്വൽ ടു വേർഡ്സിൽ 10 എന്നാക്കി കഴിഞ്ഞാൽ ഇതിപ്പോൾ ഒരു സ്ട്രിംഗ് ടൈപ്പ് ആയിട്ട് മാറി. ഇനി നമുക്ക് വർക്കിംഗ് വിത്ത് ദ ന്യൂമറിക് ഡേറ്റ ടൈപ്സ്, അതുപോലെ പൈത്തണിലെ സ്ട്രിങ്സ്, ലിസ്റ്റ്, ഡിക്ഷണറീസ്, അതുപോലെ പൈത്തണിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ്, ഇതൊക്കെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം.
So thank you for watching. Don't forget to like, share, and subscribe.